നമ്മുടെ ഇന്ത്യൻ യൂത്ത് വാർഡ്രോബ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാരിയാണ് കൊറിയൻ ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ അവരുടെ ഒരു ഫുഡ് കൾച്ചർ വേറെയാണ്. സോ അവരുടെ ബോഡി ഷേപ്പ് വേറെയാണ്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണ്. അവരുടെ ബോഡിയുടെ വേസ്റ്റ് ലൈൻ കുറച്ചും കൂടെ തിന്നാണ്. അങ്ങനെയാണ് അവരുടെ ബോഡി ഷേപ്പ് തന്നെ ഉള്ളത്. നമ്മളുടെ ഒരു ഇന്ത്യൻ ഒരു ഫുഡ് കൾച്ചർ വെച്ചിട്ട് നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് സത്യത്തിൽ. ഇന്ത്യൻ സ്കിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നോർമൽ ആൾക്കാർക്ക് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും കൂടുതലായിട്ടും. ആ പിഗ്മെൻറ്റേഷനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടിൻറ്റിന് പറ്റില്ല. കൊറിയൻ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ആക്ച്വലി അത് കഴിഞ്ഞൊരു 3 to 4 years ആയിട്ടുണ്ടാവുന്നു നമ്മുടെ നാട്ടിലേക്ക് ഇത് വന്നിട്ട്. നമ്മുടെ ഇന്ത്യൻ യൂത്ത് വാർഡ്രോബ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാരിയാണ് ഈ കൊറിയൻ ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ K-pop, എനിക്ക് തോന്നുന്നു K-pop ഡ്രാമാസ് സീരീസ് ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാർ അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജെൻസി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ K-pop സ്റ്റൈൽ എന്നുള്ളൊരു സാധനമായി മാറിയിട്ടുണ്ട്. ഈവൻ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു നെയിലിൻ്റെ കാര്യത്തിൽ ശരിക്കും ആ ഒരു ട്രെൻഡ് വരുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു ഏരിയ, അതായത് ഇപ്പം ഒരു ഈ കൂടുതൽ കൊറിയൻ, അതുപോലെ തന്നെ ഒരു ഏഷ്യൻ കൺട്രീസും മറ്റുള്ള തായ്ലൻഡ്, വിയറ്റ്നാം പോലെയുള്ള കൺട്രീസിൽ നിന്നുള്ള അങ്ങനത്തെ ഫാഷനാണ് കൂടുതലും വരിക. പക്ഷേ അവിടുത്തെ ഒക്കെ ഉള്ളൊരു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ അവരുടെ ഒരു ഫുഡ് കൾച്ചർ വേറെയാണ്. സോ അവരുടെ ബോഡി ഷേപ്പ് വേറെയാണ്. അവരുടെ ഒരു ഈവൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണ്. അവരുടെ ബോഡിയുടെ വേസ്റ്റ് ലൈൻ കുറച്ചും കൂടെ തിന്നാണ്. അങ്ങനെയാണ് അവരുടെ ബോഡി ഷേപ്പ് തന്നെ ഉള്ളത്. നമ്മളുടെ ഒരു ഇന്ത്യൻ ഒരു ഫുഡ് കൾച്ചർ വെച്ചിട്ട് നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് സത്യത്തിൽ. പക്ഷേ ഈവൻ ദോ അവർക്ക് ഇത് തന്നെ വേണം എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ഈ ഓവർസൈസ്ഡ് സാധനത്തിലേക്ക് പോകുക. അപ്പം കുറച്ചും കൂടെ സേഫ് ആണല്ലോ. ഓവർസൈസ്ഡ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ സൈസിൻ്റെ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേസ്റ്റൽ ഷെയ്ഡ്സും ഈ പറഞ്ഞ കളേഴ്സും ഈവൻ ഹെയർ സ്റ്റൈൽസ്, അതുപോലെ തന്നെ മേക്കപ്പ് ട്രെൻഡ്സ്, ഇതെല്ലാം അപ്പോൾ മേക്കപ്പിൽ ഇപ്പോൾ വരുന്നത് ടിൻ്റാണ് കൂടുതലും. ടിൻ്റൊക്കെ കൂടുതലും അവിടെ നിന്ന് വന്നതാണ്. അപ്പം അതിനിപ്പോൾ ഇന്ത്യൻ വേർഷൻ ടിൻ്റ് ഇറക്കിയാലും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതുപോലെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ സ്കിൻ ടോണിൽ അത് പറ്റില്ല. അപ്പം ലിപ് ടിൻസ് പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്കിന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നോർമൽ ആൾക്കാർക്ക് ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും കൂടുതലായിട്ടും. ആ പിഗ്മെൻറ്റേഷനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടിൻറ്റിന് പറ്റില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലേഷനിൽ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ആ ഒരു കളർ ടോൺ അല്ല ഇവിടെ പിടിക്കുക. അപ്പം ഇത് അവിടെ ഇവിടെ എത്താത്ത രീതിയിലാണ് നോർമലി ഇവിടെ ഇപ്പോൾ ഈ കൊറിയൻ K-pop സ്റ്റൈൽ നിൽക്കുന്നത് കൂടുതലായിട്ടും. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളിലൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ജ്വല്ലറിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് അല്ലേ, ഇത് കുറച്ചും കൂടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് നന്നായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നമ്മുടെ എല്ലാ ഔട്ട്ഫിറ്റിനും അത് മാച്ചായി പോകുന്നുണ്ട്. ജ്വല്ലറിയിൽ ഈ പറയുന്ന അത് ഭയങ്കര നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ഈ പറഞ്ഞ പോലെ മിനിമലിസവും ഉണ്ട്, എന്നാൽ അതിൻ്റെ അകത്ത് ഇപ്പം ഒരുപാട് ഓവർവേമിങ് അല്ല, അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ കളേഴ്സിൻ്റെ കാര്യം, കളേഴ്സും അവിടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ ഷെയ്ഡ്സ് അവർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. ബിക്കോസ് അവരുടെ ഈ പറഞ്ഞ പോലെ ഫേസും അതൊക്കെയാണ് കുറച്ചും കൂടി എടുത്ത് നിൽക്കുക. നമ്മുടെ ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിൻ്റെ കാര്യം വിട്ടിട്ട് പറയാമെന്ന് വെച്ചോ, ഇപ്പം തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു റൂട്ട് തന്നെ കുറേ കളേഴ്സിലാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും എനിക്ക് തോന്നുന്നു കൂടുതലും പ്രിൻസ്, പാറ്റേൺസ്, കളേഴ്സ് അതിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടേക്ക് നമ്മൾ ആ പ്ലെയിൻ ഇതെടുക്കുന്ന സമയത്ത് അതിൽ ന്യൂട്രലിൽ തന്നെ ന്യൂട്രൽ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാം അതുപോലെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൂടുതലും ഇന്ത്യൻ ടോണിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് എപ്പോഴും ഉള്ളത്. നമുക്കൊരു സെലിബ്രേഷൻ പോലെയാണ്. ആ സെലിബ്രേഷൻ ഈ K-popന്റെ വൈബ് വന്നപ്പോൾ അങ്ങ് പോയി. ഈ ആനിമൽ പ്രിൻസിന്റെ കാര്യം പറഞ്ഞു, സോനം കപൂർ ആക്ച്വലി റീസെൻ്റ്ലി ഒരു എനിക്ക് 2025 ആൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് സാരി സ്റ്റൈലിങ് വിത്ത് ഈ ആനിമൽ പ്രിൻറ്റിങ് വെച്ചിട്ട്. ആക്ച്വലി ഈ ആനിമൽ പ്രിൻറ്റിങ് ശരിക്കും ഏതൊക്കെ ബോഡി ടൈപ്പിനാണ് ചേരുക? ആനിമൽ പ്രിൻറ്റിങ് ശരിക്കും അത് പ്രിൻറ്റ് ലൗഡാവുന്നതനുസരിച്ചിട്ട്, ലൗഡായിട്ടുള്ള പ്രിൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇരിക്കുക. പക്ഷേ ഇപ്പോൾ ഒക്കെയുള്ള കുറച്ചും കൂടി ഇപ്പോൾ ഒക്കെയുള്ള ആനിമൽ
പ്രിൻസ് വരുന്നത് ചില സ്ഥലത്തേക്ക് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് വരും. അതായത് കളേഴ്സ്, ഡാർക്കർ കളേഴ്സ് കോമ്പാക്റ്റ് ആയിട്ട് ചില സ്ഥലത്ത് വരും. അത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ടമ്മി ഏരിയ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഡാർക്കർ കളറ് കോമ്പാക്റ്റ് ഡിസൈനിൽ അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാതിരിക്കും. ഓക്കെ. ആൻഡ് ദെൻ ബാക്കിയുള്ള കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വൈഡർ ആയിട്ടുള്ള പ്രിൻ്റ് ആണെങ്കിൽ വൈഡർ ആയിട്ടുള്ള പ്രിൻറ്റ് നമുക്കിപ്പോൾ താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഭംഗിയിലിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ കളേഴ്സ്, ഇപ്പോൾ ഡുവൽ ടോൺ വരുന്ന ഒരുപാട് അങ്ങനെ ഓംബ്രേ പോലെയുള്ള കളേഴ്സ് സാരീസിൽ അങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിലെപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഈ അധികം വെയിറ്റ് തോന്നിക്കാത്ത രീതിയിൽ, കുറച്ചും കൂടെ തടി തോന്നിക്കാത്ത രീതിയിൽ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് എപ്പോഴും ഫ്ലോ ചെയ്യണം. ഓക്കെ. അതായത് ലൈറ്റർ ടു ഡാർക്കറിലേക്കല്ലേ ഫ്ലോ വരിക, എപ്പോഴും അങ്ങനെയാണല്ലോ ഫ്ലോ വരിക. തിരിച്ചൊരിക്കലും ഫ്ലോ വരില്ല, ഫ്ലോ ഫീൽ ചെയ്യത്തില്ല. ഈ ഫ്ലോ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ നമ്മളുടെ ബോഡിക്കൊരു ഷേപ്പും അതുപോലെ തന്നെ ബോഡിയുടെ എവിടെയൊക്കെയാണ് നാച്ചുറലി കുറച്ച് തിന്നായിട്ടുള്ള ഭാഗം അതിനെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഫ്ലോ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് എന്താ പറയുക ഭയങ്കര സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഭയങ്കര വിഷ്വലി ഭയങ്കര ബൾക്കിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫ്ലോ കിട്ടത്തില്ല. സോ അത്തരം ഡിസൈൻസ്, അത് എനിക്കൊന്ന് ഡിസൈൻസിൽ വരുന്നതാണ്. ഇപ്പം ആനിമൽ പ്രിൻസിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഈ ഒരു ഡുവൽ ടോൺ ഓംബ്രേ പോലെയുള്ളതായിക്കോട്ടെ, അതിലെപ്പോഴും ആ ഒരു ഫ്ലോ, അത് എവിടെയൊക്കെയാണ് നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മളുടെ പ്രശ്നമുള്ള ഏരിയ, ഇതനുസരിച്ച് ഡിസൈനും എനിക്കൊന്ന് ഫാബ്രിക്കും സെലക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പം ഒരുപാട് പ്രിൻസ് ഉള്ളതാണെങ്കിൽ നമ്മൾ ആക്സസറീസ് വളരെ ലൈറ്റായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറയാം. ചിലർ അത് ബ്രേക്ക് ചെയ്യാറുണ്ട്, ചിലർ ബ്രേക്ക് ചെയ്യുമ്പം ചിലത് നല്ല ആവാറുമുണ്ട്. അത് എത്രത്തോളം അത് നമുക്ക് ബ്രേക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇടുന്ന ആളും കൂടെ ആളുടെ ഒരു കോൺഫിഡൻസും കൂടിയാണ്. അത് സ്റ്റൈലിംഗ് ചെയ്യാവുമ്പം അങ്ങനെ നോക്കാറുണ്ടോ? ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാറുണ്ട്. ഇപ്പം ചിലർ ഈ പറഞ്ഞ ചിലരുടെ പേഴ്സണാലിറ്റി ലൗഡായിരിക്കും. ഇപ്പം നമ്മൾ പേഴ്സണൽ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റീൽസൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് പേരും പേഴ്സണൽ സ്റ്റൈലിങ്ങിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പം അതിലൊക്കെ പറയുന്ന എല്ലാം ജനറിക് ആയിരിക്കും, ഭയങ്കര ജനറിക് ആയിരിക്കും, ജനറൽ റൂൾസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരാളെ ഇൻ പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. അപ്പം ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ അയാൾ കുറച്ച് എക്സ്പെരിമെൻ്റൽ ആവാൻ സാധ്യതയുള്ള, എക്സ്പെരിമെൻ്റൽ ആവാൻ താല്പര്യമുള്ള, ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും മിക്സപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതല്ല, എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് കുറച്ചും കൂടി മോഡസ്റ്റാണ്, കുറച്ചും കൂടി ക്ലാസി വൈബാണ്, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ലൗഡറായിട്ടുള്ള പ്രിൻസ് ആണെങ്കിൽ മിനിമലായിട്ടുള്ള ജ്വല്ലറിയിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ജ്വല്ലറി ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കും. എല്ലാം കൂടി ക്രൗഡഡായിട്ട് കൊടുക്കില്ല. അത് ബേസിക്കലി നമുക്ക് ഒരാളോട് സംസാരിച്ചാൽ അയാളുടെ പേഴ്സണാലിറ്റി കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ K-പോപ്പിൻ്റെ ഒരു കാര്യം. K-പോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഒരു എസ്തെറ്റിക്സ് മാത്രമായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു. ആ എസ്തെറ്റിക്സിൽ നിന്ന് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ ജനറിക് ഒരു സ്റ്റൈലിംഗ് ആയി മാറി. സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ K-പോപ്പ് എന്ന് പറഞ്ഞൊരു വൈബിലേക്ക് വന്നു. ഞാൻ കുറച്ച് മുമ്പൊക്കെ ഞാൻ അങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോന്നിരുന്നൊരാളാണ്, അതായത് K-പോപ്പിൻ്റെ ഇത് വരുന്നതിന് മുമ്പ്. അതിൻ്റെ മേജർ ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പെറ്റീറ്റാണ്, ഫ്രെയിം ഹൈറ്റ് കുറവാണ്. അപ്പം എൻ്റെ ഒരു ബോഡി ഷേപ്പ് അങ്ങനെയാണ് ഉള്ളത്. എനിക്ക് പല സമയത്തും എനിക്ക് കിഡ്സ് സെക്ഷനിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കും അപ്പം അങ്ങനെ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് എനിക്ക് കുറച്ചും കൂടി ചേരുന്നത് അതാണ്. അപ്പം അതിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. അത് എൻ്റെ പേഴ്സണൽ എസ്തെറ്റിക്സുമായിട്ട് ഒരുപാട്. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഇമോഷണൽ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സോഫ്റ്റർ സൈഡാണ്. സോ ഇറ്റ്സ് ലൈക്ക് സോഫ്റ്റർ, അങ്ങനെയുള്ള ഒരു പഫ് സ്ലീവ്, പേസ്റ്റൽസ്, അങ്ങനെ കുറച്ചും കൂടി ഡ്രീമി ആയിട്ടുള്ളത്, അത്തരം കാര്യങ്ങളിലായിരുന്നു. ഇതെൻ്റെ പേഴ്സണൽ സ്റ്റൈലാണെന്ന് എനിക്കറിയില്ലായിരുന്നു അൺലെസ് ഞാൻ എൻ്റെ കോഴ്സ് ചെയ്യുന്നത് വരെ. അപ്പം അത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് എനിക്കങ്ങനെ വന്നതാണ്. പക്ഷെ അത് ഭയങ്കര എംപവറിങ് ആയിരുന്നു എനിക്ക്. സോ ഇതുപോലെയാണ് കൂടുതലും എനിക്ക് ഈ പറയുന്നത് പോലെ പേഴ്സണൽ സ്റ്റൈൽ അനുസരിച്ച്, പേഴ്സണൽ എസൻസ് അനുസരിച്ച് ഒരാൾ സ്റ്റൈൽ ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളീ പറയുന്ന പോലെ ഈ ആക്സസറീസ് പെയർ ചെയ്യുമ്പോഴും പ്രിൻസിൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴും. പിന്നെ ഇപ്പം ഈവൻസിന് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിന്, കോൺസെപ്റ്റിന്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ
അത് കുറേയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു വിഷ്വൽ എസ്തെറ്റിക്സിലുള്ള കൺവിൻസ് എത്രത്തോളമാണ് എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. നമ്മൾ ഈ ഫോട്ടോഷൂട്ടിന് വേറെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ നോർമലി ഡെയിലി വെയർ പറ്റത്തില്ല. പക്ഷെ ചിലർ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചിലർ ചെയ്യുമ്പോൾ അത് നല്ലതാണ്. എനിക്കൊരിക്കലും പറ്റത്തില്ല അങ്ങനെ. പക്ഷേ അത് ഫോട്ടോഷൂട്ടിനും നോർമൽ ലൈഫിലേക്ക് വരുമ്പം ഒരു അതെങ്ങനെയാണ് അതിനെ ഡിഫറൻസ് ചെയ്യുന്നത്? നമ്മൾ നോർമലി ഈ ഫോട്ടോഷൂട്ട് കോൺസെപ്റ്റ് ഷൂട്ടൊക്കെ ബേസിക്കലി റാൻഡമായിട്ട് ചെയ്യുന്ന ഒരു സാധനം ആയിരിക്കില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് പോകുന്നുണ്ടാവും. നമ്മളൊരു ഡെയിലി ലൈഫിൽ നമുക്ക് അത്രത്തോളം ഒന്നും എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ടൈമില്ല. പിന്നെ നമ്മൾ കൂടുതൽ ഈ പറയുന്ന പോലെ പ്രസൻറ്റബിൾ ആവുക എന്നുള്ളൊരു കാര്യമാണ് മേജറായിട്ട് നോക്കുക. നമ്മുടെ ഒരു എസൻസ് പോകരുത്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതിലേക്ക് എത്തണം. ഇപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഇപ്പോൾ ഫോട്ടോഷൂട്ടിൽ കോൺസെപ്റ്റിനാണ് അവിടെ മേജറായിട്ടുള്ളൊരു ഫോക്കസ് വരിക, ആളിലല്ല. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ വെഡ്ഡിങ്ങിലൊക്കെയാണ് കൂടുതലായിട്ടും ആളിലേക്ക് ഫോക്കസ് പോവുക. കോൺസെപ്റ്റിലൊക്കെ നമ്മൾ ആളിലേക്കല്ല, മൊത്തം കോൺസെപ്റ്റിലായിരിക്കും ആ ഒരു ഇതുണ്ടാവുക. ഒരു ക്രിസ്മസ് തീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് ആണെന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആവണം, ന്യൂ ഇയർ ആണെങ്കിൽ ന്യൂ ഇയർ ആണെന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആവണം. അപ്പോൾ അതിനാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റത് നമ്മൾ പേഴ്സണലി നമ്മളിലേക്കാണ് ആ സാധനം വരിക, നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത്. പക്ഷെ ചിലർ ഈ പറയുന്നത് പോലെ ഈ വെയറബിൾ ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് ഡ്രസ്സിനെ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അതും ആക്ച്വലി നല്ലത് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എത്നിക് വെയർ ചെയ്യാൻ നേരത്ത് ഈ അൽത്ത കയ്യിലിരുന്ന സംഭവം ഇവിടം വരെ അൽത്തയുടെ പല കളേഴ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അത് നമ്മുടെ ഇവിടെ മുംബൈയിലൊക്കെ ഉള്ള ചില ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് എനിക്ക് ഒന്ന് ആദ്യം അത് കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ ഇവിടെയും ആരെത്തനിക്ക് എന്ത് ചെയ്താലും ഫോട്ടോഷൂട്ട് ചെയ്താലും ഇവിടം വരെ അൽത്ത ചെയ്യുക എന്നൊരു സംഭവം. ഇപ്പം വീണേൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് എൻ്റെ എത്തനിക് ഇങ്ങനത്തെ ഒരു സജഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ് പറയോ നോ പറയോ? ഞാനതിൻ്റെ കളർ കോമ്പിനേഷനും മൊത്തത്തിൽ അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പും ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റും ഒക്കെ അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റുമോ, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. എല്ലാത്തിലും വെക്കും എന്നല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ടു മടുത്ത സാധനങ്ങളിലേക്ക് വീണ്ടും പോകാനൊരു താല്പര്യക്കുറവുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരു കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഋഷഭ് എന്ന് പറയുന്നത്. ഋഷഭാണ് ഇത്തരം സാധനങ്ങളിൽ കൂടുതലും എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഋഷഭിൻ്റെ ശരിക്കും ഈ പറഞ്ഞ ഭയങ്കര ഫാനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഋഷഭ് എപ്പോഴും ആ ഒരു കൊൽക്കത്ത ബേസ്ഡ് റൂട്ടിൽ തന്നെ നിന്നുകൊണ്ടാണ് ഷൂട്ട്സ് ചെയ്യുക എന്നുള്ളതുകൊണ്ട്. നമ്മളുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മളുടെ ഇവിടെ അവിടുന്ന് കണ്ടതും ഇവിടുന്ന് കണ്ടതും അവിടുന്ന് എടുത്തതും ഒക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് വരിക. അവിടെയാണ് എനിക്കൊരു അതിനോടുള്ളൊരു വിയോജിപ്പുള്ളത്. എനിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് അതേപോലെ തന്നെ കോപ്പി ചെയ്യാതെ ഇതിൽ റൂട്ടഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഏത് സാധനവും നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും വരിക. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ബൊട്ടിക് പേജസ് ഉണ്ടാവുമല്ലോ, ഡിസൈനേഴ്സിൻ്റെ പേജസ്. അവരിപ്പോൾ സാരി ഷോക്കേസ് ചെയ്യുന്ന രീതിയാണെങ്കിൽ നമ്മൾ ഇവിടുത്തേനൊക്കെയും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് മുംബൈയിലുള്ള ബൊട്ടിക് ഓണേഴ്സ് അവരുടെ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്ന രീതി. അതെങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് അൽത്തയൊക്കെ വെയർ ചെയ്ത് അവരൊരു പക്ക ഫോട്ടോഷൂട്ട് തന്നെ അവരുടെ സാരീനെ അവർ ഷോക്കേസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടേക്ക് വരാൻ നേരത്ത് കുറച്ചും കൂടെ ലൈറ്റഡ് വേർഷനാണ് എല്ലാത്തിലും കൊടുക്കുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ മെയിൻലി ഇങ്ങനത്തെ ബ്രാൻഡ് ഷോക്കേസിങ്ങിലേക്ക് വരാൻ നേരത്ത് ഫോർ അപ്കമിങ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനറിനാണെങ്കിൽ അവരുടെ ഈ ബ്രാൻഡ് എങ്ങനെ വേണം ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒരുവിധപ്പെട്ട ആൾക്കാർ അതായത് ഭയങ്കര ഇതിനൊരു ബേസ് ഇല്ലാതെ ആയിരിക്കും കൂടുതൽ സമയത്തും അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, സോ ഞാനും ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ചില നല്ല ഡിസൈനേഴ്സ് ഉണ്ട്. ഡിസൈനേഴ്സ് ചെയ്യുന്ന സമയത്ത് അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ക്രിയേറ്റിവിറ്റി മാത്രം ചെയ്താൽ പോരാന്നാണ് ഞാൻ ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുക. ബ്രാൻഡിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു വിഷൻ ഉണ്ടാവണം, ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അതൊക്കെയാണ് മുംബൈയിലുള്ള ആൾക്കാർ മേജറായിട്ട് നോക്കുക. അവരാദ്യം ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും ബ്രാൻഡിൻ്റെ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവും അതിലൊരു വിഷനും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും അവരൊരു കാര്യം ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത് മാറി നിൽക്കും, മറ്റുള്ള എല്ലാത്തിൽ നിന്നും അത് മാറി നിൽക്കും. ഇവിടെ നമ്മൾ അങ്ങനെയല്ല കൂടുതലും ചെയ്യുക.
ഇവിടെ അത്തരം കാര്യങ്ങൾക്ക് അവർ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുക. ബിക്കോസ് ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ബൊട്ടീക്സിലുള്ള ആൾക്കാരാണെങ്കിലും വരുമ്പോൾ അവർക്ക് ഈ നമ്മളിപ്പോൾ ഇൻസ്റ്റാ പേജിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അതും സക്സസ്ഫുള്ളായി പോകുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്കിയുള്ള വർക്കിൻ്റെയും ബാക്കിയുള്ളതിൻ്റെയും കൂടെ ഇതും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് പോകണമെന്ന് മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ. ഒരു വലിയ ബ്രാൻഡായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് എവിടെയോ നിൽക്കുന്ന ഒരു സ്വപ്നം പോലെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു സാധനം ബേസ് ഇല്ലാതെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒക്കെ കുറച്ചും കൂടി ബ്രാൻഡിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു.